കോൺഗ്രസ് ഒഴിവാക്കിയിട്ടും നിർണായക നയതന്ത്ര ദൌത്യത്തിന്റെ ഭാഗമായി ഡോക്ടർ ശശി തരൂർ എംപിയെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചു. ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെ തുറന്നു കാട്ടാൻ അമേരിക്ക, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളിലേക്ക് അയക്കുന്ന സംഘത്തെ ഡോക്ടർ ശശി തരൂർ നയിക്കും. സർക്കാരിന്റെ ക്ഷണം ബഹുമതിയായി കാണുന്നുവെന്ന് ശശി തരൂർ പറഞ്ഞു. 7 പ്രതിനിധി സംഘങ്ങളിൽ ഡോക്ടർ ശശി തരൂരിന് പുറമെ കേരളത്തിൽ നിന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ, ജോൺ ബ്രിട്ടാസ്, വി മുരളീധരൻ എന്നിവരും ഭാഗമാകും. വ്യാഴാഴ്ച മുതൽ പര്യടനത്തിന് തുടക്കമാകും. പാകിസ്ഥാന്റെ ഭീകരബന്ധം തുറന്നുകാട്ടാനായി ലോകരാജ്യങ്ങളിലേക്ക് ഇന്ത്യ പ്രതിനിധി സംഘങ്ങളെ അയക്കുന്നു. ആകെ 7 സംഘങ്ങളാണ്. ഓരോന്നിന്റെയും തലപ്പത്ത് ആരെന്ന പട്ടിക കേന്ദ്രം രാവിലെ പുറത്തുവിട്ടു. പ്രതീക്ഷ പോലെ ആദ്യ പേര് ഡോക്ടർ ശശി തരൂരിൻ്റെത്. ശശി തരൂർ മാത്രമാണ് കോൺഗ്രസിൽ നിന്ന് പട്ടികയിൽ ഇടം പിടിച്ചയാൾ. ബി.ജെ.പിയിൽ നിന്ന് 2 പേർ പട്ടികയിലുണ്ട്. ശിവസേന, DMK, NCP, JDU പാർട്ടികളിൽ നിന്ന് ഓരോരുത്തരും. പട്ടിക പുറത്തുവരും മുമ്പ് തന്നെ എല്ലാവരും ഉറപ്പിച്ചിരുന്ന പേരാണ് തരൂരിൻ്റെത്. നയതന്ത്ര മേഖലയിലെ പ്രാവീണ്യം, ഐക്യരാഷ്ട്രസഭയിലെ പ്രവൃത്തി പരിചയം, ലോക നേതാക്കളുമായുള്ള ബന്ധം, അങ്ങനെ തരൂർ എന്ന പേര് ഉറപ്പിക്കുന്ന ഘടകങ്ങൾ പലതാണ്. പക്ഷേ പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ വിവാദവുമെത്തി. കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം പ്രതിനിധി സംഘത്തിലേക്ക് പാർട്ടി നിർദ്ദേശിച്ച 4 പേരുകൾ AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ഇന്ന് വെളിപ്പെടുത്തി. പക്ഷേ ആ 4 പേരിൽ ശശി തരൂരില്ല. അതായത് കോൺഗ്രസ് നൽകിയ നിർദ്ദേശം തള്ളിയാണ് കേന്ദ്ര സർക്കാർ സ്വന്തം താല്പര്യപ്രകാരം ശശി തരൂരിനെ പ്രതിനിധി സംഘങ്ങളിലൊന്നിൻ്റെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. തരൂരും പാർട്ടിയും 2 ലൈനിലാണെന്ന് ബോധ്യപ്പെടുന്ന സംഭവങ്ങൾ പെഹൽഗാം ആക്രമണത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന് അനുകൂലമായ നിലപാടെടുക്കുന്നതിന്റെ പേരിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി തന്നെ തരൂരിനെ ശാസിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. തരൂർ അത് നിഷേധിക്കുന്നുണ്ടെങ്കിലും അതെന്തായാലും യോഗ്യനായ തരൂരിനെ തഴയുന്നതിന് കൃത്യമായ കാരണങ്ങൾ കോൺഗ്രസ് പറയുന്നില്ല. തരൂരാവട്ടെ കേന്ദ്ര തീരുമാനത്തെ സ്വാഗതവും ചെയ്യുന്നു. പ്രതിനിധി സംഘത്തിലേക്ക് പാർട്ടി നൽകിയ നിർദ്ദേശം കേന്ദ്രം നടപ്പാക്കാത്തതിലെ നീതി നിഷേധമാണ് കോൺഗ്രസ് ചർച്ചയാക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ വലിയ ചർച്ചയാവുന്നതാവട്ടെ പാർട്ടി തരൂരിനെ തഴഞ്ഞതും. ഡൽഹിയിൽ നിന്ന് മോഹൻകുമാറിനൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.